ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന ഈ സാക്ഷ്യ പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവിന്റെ സന്നിധിയിൽ സാക്ഷ്യങ്ങളുമായി ഗാനങ്ങളുമായി സമയം ചെലവഴിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ വളരെ കൃപ നമുക്ക് അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ പങ്കെടുക്കുവാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഒരു ആത്മീയ ശുശ്രൂഷയാകിയാൽ നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് അവിടുത്തെ വചനങ്ങൾ കേൾക്കുവാനും സാക്ഷ്യങ്ങളെ കേൾക്കുവാനും അനുഗ്രഹീതമായ ഗാനങ്ങളെ കേൾക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഈ സമയത്തിനായിട്ട് സ്തോത്രം. അനുകൂലമായ എല്ലാ ചുറ്റുപാടുകളും ഞങ്ങൾക്ക് നൽകണം. കാലാവസ്ഥയും ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണമേ. ശുശ്രൂഷകൾ ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാർക്ക് ദൈവ കൃപ നൽകി വളരെ അനുഗ്രഹമായിട്ട് ചെയ്യുവാൻ ദൈവം ബലം നൽകി സഹായിക്കണം. പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. അനേകര് പങ്കെടുക്കുവാൻ ഇടയാകണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ 161 എപ്പിസോഡിലേക്കാണ് നാം പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്നത്. 160 എപ്പിസോഡുകളിൽ ദൈവം വളരെ കൃപ നമുക്ക് ലഭിപ്പാൻ ഇടയായി. ഇന്ന് രാത്രിയിലും ആ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ഇന്ന് രാത്രിയിൽ ഇവാഞ്ചലിസ്റ്റ് രാജേഷ് കോട്ടയം അവറുകൾ നമ്മോടുകൂടെയുണ്ട്. തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസിൽ നിന്ന് അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങൾ, ഞാൻ ആ ഫ്ലെയറിൽ എഴുതിയതുപോലെ മരണനിഴൽ താഴ്വരയുടെ അല്ലെങ്കിൽ മരണത്തിന്റെ ആ കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നു വന്ന ആ ജീവിത അനുഭവം തീർച്ചയായിട്ടും ഇന്ന് രാത്രി നമുക്ക് ഒരു ഉത്തേജനമായിരിക്കും, ഒരു അനുഗ്രഹമായിരിക്കും, ഒരു പ്രാർത്ഥനാ വിഷയമായിരിക്കും. തീർച്ചയായിട്ടും ദൈവാത്മാവ് കർത്താവിന്റെ ദാസിലൂടെ സംസാരിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസിനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അതുപോലെ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് ബ്രദർ ഷിബു ജോസ് ഉടുമൽപേട്ട് അവറുകളാണ്. വളരെ ഗാനങ്ങൾ കർത്താവിന് വേണ്ടി പാടുന്ന ഒരു ദൈവദാസനാണ്. പ്രിയദാസനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ കർത്താവിന്റെ ദാസിൽ നിന്ന് കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാരംഭമായി കർത്താവിന്റെ ദാസൻ എൻ രാജേന്ദ്രൻ തൃശൂർ അവറുകൾ രചിച്ച ഒരു ഗാനം, എൻ അഭയ കേന്ദ്രം എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം കേട്ട് നമുക്ക് മടങ്ങി വരാം. ആ ഗാനം ആലപിപ്പാൻ കർത്താവിന്റെ ദാസൻ ഷിബു ജോസ് ഉടുമൽപേട്ട് അവറുകളെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. അഭയകേന്ദ്രം ക്രിസ്തുവാം പാറയേ, ഞാൻ ക്രൂശിൻ നിഴലിൽ വിശ്രമിക്കുന്നെന്നുമേ. എൻ്റെ ആശ്രയം നിന്നിൽ മാത്രമേ, എൻ്റെ അഭയം ക്രിസ്തുവാം പാറയേ. എൻ്റെ ആശ്രയം നിന്നിൽ മാത്രമേ, എൻ്റെ അഭയം ക്രിസ്തുവാം പാറയേ. എൻ അഭയകേന്ദ്രം ക്രിസ്തുവാം പാറയേ, ഞാൻ ക്രൂശിൻ നിഴലിൽ വിശ്രമിക്കുന്നെന്നുമേ. ഘോരമഹാമാരി ഭീതിയോ, ശോകാന്തകാരത്തിൻ വേളയോ, ഘോരമഹാമാരി ഭീതിയോ, ശോകാന്തകാരത്തിൻ വേളയോ, ഞാനൊന്നും പേടിക്ക
പേടിക്കയില്ല, പ്രിയനെൻ്റെ കൂടെയുള്ളതാ. ഞാനൊന്നും പേടിക്കയില്ല, പ്രിയനെൻ്റെ കൂടെയുള്ളതാ. എൻ അഭയകേന്ദ്രം ക്രിസ്തുവാം പാറയേ, ഞാൻ ക്രൂശിൻ നിഴലിൽ വിശ്രമിക്കുന്നെന്നുമേ. ശോധന ചെയ്കിലും ഊതിക്കഴിച്ച പൊന്നാകുമേ. തീയിൽ നിശോധന ചെയ്കിലും ഊതിക്കഴിച്ച പൊന്നാകുമേ. ഭീരുവാകില്ല ഞാൻ യേശുവേ, ശക്തൻ നീ കൂടെയുള്ളതാ. ഭീരുവാകില്ല ഞാൻ യേശുവേ, ശക്തൻ നീ കൂടെയുള്ളതാ. എൻ അഭയകേന്ദ്രം ക്രിസ്തുവാം പാറയേ, ഞാൻ ക്രൂശിൻ നിഴലിൽ വിശ്രമിക്കുന്നെന്നുമേ. ലോകത്തിൽ ആശ്രയം വയ്ക്കില്ല, നീയല്ലോ എനിക്കെല്ലാം തന്നത്. ലോകത്തിൽ ആശ്രയം വയ്ക്കില്ല, നീയല്ലോ എനിക്കെല്ലാം തന്നത്. ആവശ്യ നേരങ്ങളേറുമ്പോ ആകുലനാകില്ല ദൈവമേ. ആവശ്യ നേരങ്ങളേറുമ്പോ ആകുലനാകില്ല ദൈവമേ. എൻ അഭയകേന്ദ്രം ക്രിസ്തുവാം പാറയേ, ഞാൻ ക്രൂശിൻ നിഴലിൽ വിശ്രമിക്കുന്നെന്നുമേ. എൻ്റെ ആശ്രയം നിന്നിൽ മാത്രമേ, എൻ്റെ അഭയം ക്രിസ്തുവാം പാറയേ. 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 വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം കർത്താവിന്റെ ദാസൻ എൻ രാജേന്ദ്രൻ തൃശൂർ രചിച്ച ഒരു ഗാനമാണ് നാം കേൾക്കാനിടയായത്. പ്രിയദാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അദ്ദേഹം അനേക ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് രചിച്ചിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം രചിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. അത് ഇവാഞ്ചലിസ്റ്റ് സാം തോമസ് ഉടുമൽപേട്ട് രചിച്ച ഒരു ഗാനമാണ്. എന്നാളും സ്തുതിക്കും എൻ പരനെ എന്ന് തുടങ്ങുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. ഈ ഗാനവും കർത്താവിന്റെ ദാസൻ ഷിബു ബ്രദർ ആലപിക്കും. കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. എന്നാളും സ്തുതിക്കുമെൻ പരനേ, എപ്പോഴും സ്തുതിക്കുമെൻ പരനേ. എന്നാളും സ്തുതിക്കുമെൻ പരനേ, എപ്പോഴും സ്തുതിക്കുമെൻ പരനേ.
തേടി വന്നു ജീവൻ തന്നു വീണ്ടെടുത്ത നാഥനെ, എൻ്റെ പാപം ശാപമെല്ലാം തീർത്തു തന്ന നാഥനെ. തേടി വന്നു ജീവൻ തന്നു വീണ്ടെടുത്ത നാഥനെ, എൻ്റെ പാപം ശാപമെല്ലാം തീർത്തു തന്ന നാഥനെ. എന്നാലും സ്തുതിക്കുമെൻ പരനേ, എപ്പോഴും സ്തുതിക്കുമെൻ പരനേ. എന്നാലും സ്തുതിക്കുമെൻ പരനേ, എപ്പോഴും സ്തുതിക്കുമെൻ പരനേ. മരുവിലൻ ജീവിത പാതയിൽ നീറുമൻ ജീവിത വേളയിൽ, മരുവിലൻ ജീവിത പാതയിൽ നീറുമൻ ജീവിത വേളയിൽ, ആശ്വാസം തന്നെന്നെ നടത്തുന്ന യേശുവേ നിന്നെ വാഴ്ത്തും ഞാൻ. ആശ്വാസം തന്നെന്നെ നടത്തുന്ന യേശുവേ നിന്നെ വാഴ്ത്തും ഞാൻ. എന്നാലും സ്തുതിക്കുമെൻ പരനേ, എപ്പോഴും സ്തുതിക്കുമെൻ പരനേ. എന്നാലും സ്തുതിക്കുമെൻ പരനേ, എപ്പോഴും സ്തുതിക്കുമെൻ പരനേ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു ഞാൻ പുതിയ മനുഷ്യനെ ധരിച്ചിടും. പഴയ മനുഷ്യനെ ഉരിഞ്ഞു ഞാൻ പുതിയ മനുഷ്യനെ ധരിച്ചിടും. ഉயிருള്ളവരെ നിൻ പാതയിൽ ഉത്സുകനായി ഞാൻ നടന്നിടും. ഉயிருള്ളവരെ നിൻ പാതയിൽ ഉത്സുകനായി ഞാൻ നടന്നിടും. എന്നാലും സ്തുതിക്കുമെൻ പരനേ, എപ്പോഴും സ്തുതിക്കുമെൻ പരനേ. എന്നാലും സ്തുതിക്കുമെൻ പരനേ, എപ്പോഴും സ്തുതിക്കുമെൻ പരനേ. മണ്ണിലൻ വാസം തീരുമ്പോ വിണ്ണിൽ നിൻ സന്നിധി ചേരുമ്പോ, മണ്ണിലൻ വാസം തീരുമ്പോ വിണ്ണിൽ നിൻ സന്നിധി ചേരുമ്പോ, കണ്ടിടും യേശുവിൻ പൊന്മുഖം കണ്ണുനീരെല്ലാം തോന്നിടും. കണ്ടിടും യേശുവിൻ പൊന്മുഖം കണ്ണുനീരെല്ലാം തോന്നിടും. എന്നാലും സ്തുതിക്കുമെൻ പരനേ, എപ്പോഴും സ്തുതിക്കുമെൻ പരനേ. എന്നാലും സ്തുതിക്കുമെൻ പരനേ, എപ്പോഴും സ്തുതിക്കുമെൻ പരനേ. തേടി വന്നു ജീവൻ തന്നു വീണ്ടെടുത്ത നാഥനെ, എൻ്റെ പാപം ശാപമെല്ലാം തീർത്തു തന്ന നാഥനെ. തേടി വന്നു ജീവൻ തന്നു വീണ്ടെടുത്ത നാഥനെ, എൻ്റെ പാപം ശാപമെല്ലാം തീർത്തു തന്ന നാഥനെ. എന്നാലും സ്തുതിക്കുമെൻ പരനേ, എപ്പോഴും സ്തുതിക്കുമെൻ പരനേ. എന്നാലും സ്തുതിക്കുമെൻ പരനേ, എപ്പോഴും സ്തുതിക്കുമെൻ പരനേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. താങ്ക് യു ജോസ് ഉടുമൽപേട്ട്. വളരെ അനുഗ്രഹീതമായ ഒരു രണ്ട് ഗാനങ്ങൾ കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് രാജേഷ് കോട്ടയം അവറുകളാണ് ഇന്ന് രാത്രി നമ്മോടുകൂടെ സാക്ഷ്യത്തിനായി കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, കർത്താവിന്റെ ദാസൻ മാമുകുരിശാനും ഞങ്ങളും ചില നാളുകൾക്ക് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന്റെ ശാരീരിക പ്രതിസന്ധിയിൽ ഒന്ന് ചെന്ന് കാണാനായിട്ട് ചെന്ന ഒരു ചരിത്രം ഞാൻ ഓർക്കുകയായിരുന്നു. നൂറുകണക്കിന് ആളുകൾ കിടക്കുന്ന, കാൽ ചവിട്ടാൻ പോലും കഴിയാത്ത ആ മുറിയിൽ അതിൽ ഒരാളായിട്ട് കർത്താവിന്റെ ദാസനും ആ കട്ടിലിനവിടെ കിടക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടോടെ
ഒരു സൈഡ് മുഴുവൻ തളർന്ന സ്ഥിതിയിൽ സംസാരിക്കാൻ കഴിയാത്ത, ഒരുപക്ഷെ ജീവിതത്തിലേക്ക് ഇനി മടങ്ങി വരുമോ എന്ന് തോന്നുന്ന ഒരു സ്ഥിതിയിൽ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. അന്ന് പ്രാർത്ഥിച്ചു മടങ്ങി വന്നു. എന്നാൽ ഇന്ന് കർത്താവിന്റെ ദാസൻ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ട് അനേക സ്ഥലത്തിൽ വീണ്ടും പാട്ട് പാടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഒരു കാര്യം മാത്രം പറയാനായിട്ട് കഴിയും: നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ആ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എത്രമാത്രം സ്നേഹം, എത്രമാത്രം കരുതലായിരുന്നു തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, പ്രിയദാസന് നൽകി എന്നുള്ളത് ഇന്ന് രാത്രി നാം കേൾക്കാൻ പോകുകയാണ്. കർത്താവിന്റെ ദാസൻ രാജേഷ് കോട്ടയം അവറുകളെ എല്ലാ സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടെ തന്റെ ജീവിതാനുഭവങ്ങളും ദൈവവചനം സംസാരിപ്പാനായിട്ട് ഈ സമയം ചെലവഴിക്കാനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രം ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രം ദൈവമെന്നും. പ്രൈസ് ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ സ്വർഗത്തിലെ ദൈവത്തിന് എല്ലാ മഹത്വവും കരയേറ്റുന്നു. വിശേഷാൽ കാൽവിനാദം സൂം പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരായ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നേഹത്തിൻ്റെ വന്ദനങ്ങൾ പ്രാരംഭമായി അറിയിക്കുകയാണ്. മനോഹരമായ ഗാനങ്ങൾ പ്രിയ ശിവസഹോദരനിലൂടെ കേട്ടു എങ്കിൽ തന്നെയും സ്വർഗത്തിലെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ ഒരു 2 വരി പാടാതെ, ദൈവത്തെ സ്തുതിക്കാതെ, മഹത്വപ്പെടുത്താതെ ഒന്നും പറയുവാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ടാണ് 2 വരി പാടുവാനിടയായി തീർന്നത്. പ്രിയ സന്തോഷ് സഹോദരൻ ഓർമ്മിപ്പിച്ചതുപോലെ മരണത്തിൻ്റെ നിഴൽ താഴ്വരകളിലൂടെ സഞ്ചരിപ്പാൻ ഇടയായി തീർന്നു. എങ്കിലും നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്, എത്ര വലിയവനാണ് എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രമാണ് എനിക്ക് ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ജീവനുള്ള അവരുടെ ദേശത്ത് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും അതുപോലെ വീണ്ടും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെടുവാനും ഒക്കെ ഇടയായിത്തീരുന്നത് എന്നുള്ള ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചു എങ്കിലും ഞാൻ വീണ്ടും എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് രാജേഷ് എന്നാണ്, രാജേഷ് PJ എന്നാണ് ഫുൾ നെയിം. കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടിനടുത്ത് വാക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് ഞാനൊരു നാമധേയ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ച് വളരുവാൻ ഇടയായി തീർന്നു. എൻ്റെ 20 വയസ്സ് വരെയും വാസ്തവത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ ആ രക്ഷയുടെ സന്തോഷം എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ 20 വയസ്സായപ്പോൾ ഒരു മച്യൂറായിരിക്കുന്ന, ഒരു പക്വതയുള്ള ഒരു പാപിയായി തീർന്നു എന്ന് പറയുന്നതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സമാധാനമില്ലാത്ത, സംതൃപ്തിയില്ലാത്ത ആ ജീവിതത്തിൽ ഞാനൊരു രാത്രി കർത്താവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിച്ച ആ വചനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു.
കർത്താവിനെ സകലവും വിട്ട് അനുഗമിക്കുക എന്നുള്ള ഒരു വാക്യമാണ് എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായത്. കർത്താവ് എന്നോട് പറയുന്നത് ലോകത്തിലെ സകലവും വിട്ട് തന്നെ അനുഗമിക്കുവാനാണല്ലോ എന്ന് ആ വാക്യം എൻ്റെ ഹൃദയത്തിൽ ആഞ്ഞടിച്ചപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ആ വചനത്തിൻ്റെ മുൻപിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുവാൻ ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, അന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. 2003 ഞാൻ കർത്താവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാനിടയായത്. 2004 ഒരു മാർച്ച് മാസം 10-ാം തീയതി ഞാൻ സ്നാനപ്പെട്ടു. അതിനുശേഷം ചില നാളുകൾ കൂടി ദൈവസഭയിൽ കർത്താവിനെ ആരാധിച്ചു. അത് കഴിഞ്ഞപ്പോൾ ദൈവവചനം പഠിക്കണം എന്നുള്ള ഒരാഗ്രഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു. ആ ജോലി കാലഘട്ടത്തിലൊക്കെയും പറ്റുന്ന നിലയിൽ കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനും അതുപോലെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നു. കൂടുതലായിട്ട് കർത്താവിനെക്കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടായി. ദൈവവചനം പഠിക്കുവാനുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ കോയമ്പത്തൂരുള്ള ഒരു ബാപ്റ്റിസ്റ്റിൻ്റെ ബൈബിൾ സ്കൂളിലാണ് ആദ്യം കടന്നു ചെല്ലുന്നത്. അവിടെ പ്രാഥമിക വിദ്യാഭ്യാസം വളരെ കുറവായതുകൊണ്ട് അവിടുത്തെ ഏറ്റവും ചെറിയ ഒരു കോഴ്സാണ് എനിക്ക് പഠിക്കുവാനിടയായത്. എന്നാൽ കേവലം 16 മാസം മാത്രമുള്ള ആ പഠനം പൂർത്തീകരിച്ചപ്പോൾ വാസ്തവത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ട് ഏതാണ്ട് 1 വർഷം മാത്രമായിരുന്ന എനിക്ക് അവിടെ നിന്ന് ഇംഗ്ലീഷ് അല്പം ഒന്ന് സംസാരിക്കുവാൻ പഠിക്കാൻ മാത്രമേ സാധിച്ചു. ആ ഇംഗ്ലീഷ് പഠനം വാസ്തവത്തിൽ അല്പമൊന്ന് സംസാരിക്കുവാനുള്ള പക്വതയായപ്പോഴത്തേനും അവിടുത്തെ ക്ലാസ് അവസാനിക്കുവാനിടയായി. പിന്നെ മുൻപോട്ട് പഠിക്കുവാനുള്ള സാധ്യതയില്ല എന്ന് കരുതി ഞാൻ മടങ്ങി ഭവനത്തിലേക്ക് കടന്നു പോകും. അപ്പോഴാണ് ഇന്ന് നിദ്രയിൽ വിശ്രമിക്കുന്ന മൂവാറ്റുപുഴയിലുള്ള TM ഡാനിയൽ എന്ന് പറയുന്ന ഇവാഞ്ചലിസ്റ്റ് ആയിരുന്ന ഒരു മുതിർന്ന സഹോദരൻ ഞങ്ങളുടെ ദേശത്ത് വന്ന് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുക തുറമാനമായിട്ട് വീടുകൾ സന്ദർശിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ ആയിരിക്കുകയും ചെയ്തു. അപ്പോൾ ആ പ്രിയപ്പെട്ടവനെ കണ്ടുമുട്ടുവാനിടയായിത്തീർന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോഴാണ് പെരുമ്പാവൂരുള്ള ഗോസ്പൽ ട്രെയിനിങ് സെൻറ്റർ GTC എന്നുള്ള നമ്മുടെ വേർപെട്ട ദൈവജനത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് കേൾക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞാൻ എൻ്റെ തുടർ പഠനത്തിനായിട്ട് GTC ഗോസ്പൽ ട്രെയിനിങ് സെൻറ്റർ എന്നുള്ള സ്ഥാപനത്തിലേക്ക് കടന്നുപോയി. അവിടെ തുടർന്നുള്ള 2 വർഷങ്ങൾ അവിടെ പരിശീലനവും പഠനവുമായിട്ട് ചെലവഴിക്കുവാൻ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. വളരെ അനുഗ്രഹീതമായ ഒരു പരിശീലനമാണ് അവിടെ നിന്ന് എനിക്ക് ലഭിച്ചത്. കർത്താവിലുള്ള ആശ്രയത്തെക്കുറിച്ച്, മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് ഒക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ആരാധിച്ചു വരുമ്പോൾ തന്നെ പല ആശങ്കകൾ മാനുഷികമായ നിലയിൽ ഉടലെടുക്കുവാൻ ഇടയായിത്തീർന്നു. എങ്ങനെയാണ് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഈ നിലയിൽ ശുശ്രൂഷ രംഗത്ത് നിലനിൽക്കുവാൻ സാധിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സഭാ സമൂഹത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഏവർക്കും അറിയാം. നമ്മൾക്ക് ലോകത്തിൽ മറ്റൊന്നിലേക്ക് നോക്കാനില്ല. കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രമാണ് നോക്കാൻ സാധിക്കത്തുള്ളൂ. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണല്ലോ. എന്നോടുള്ള ബന്ധത്തിൽ സഭയിലെ സുവിശേഷകനായിരുന്ന ആ TM ഡാനിയൽ എന്ന് പറയുന്ന സഹോദരൻ അപ്പോൾ എന്നോട് പറയുകയാണ്, ഞാൻ വിചാരിച്ചു വാസ്തവത്തിൽ ഈ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ സഭാ സമൂഹത്തിൽ ഇങ്ങനെ ചേർന്ന് പോകുമ്പോൾ മന്ത്ലി എന്തെങ്കിലും ഒരു സപ്പോർട്ട് ആ നിലയിൽ ചെയ്യുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ വേലയിൽ മുൻപോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം നടത്തുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ഈ വേലയിൽ മുൻപോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ എന്ന് അദ്ദേഹം പറയാനിടയായിത്തീർന്നു. വീണ്ടും എനിക്ക് വളരെ ആശങ്കയുണ്ടായി. എന്നാൽ അന്ന് എൻ്റെ ഹൃദയത്തെ വളരെ വ്യക്തമായി ഭരിച്ചൊരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ യജമാനൻ നമ്മുടെ കർത്താവാണ്. ആ കർത്താവ് ഒരിക്കലും നമ്മോടുള്ള ബന്ധത്തിൽ അവിശ്വസ്തനായിരിക്കുകയില്ല. ആ കർത്താവ് എന്നും നമുക്ക് വിശ്വസ്തനായിരിക്കും. അഥവാ ലോകത്തിലുള്ള എല്ലാ യജമാനന്മാരും അവിശ്വസ്തരായാലും നമ്മുടെ കർത്താവ് വിശ്വസ്തനായിരിക്കും, അതിൽ സംശയമില്ല. അപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്താൽ കർത്താവ് നടത്തണം. കർത്താവ് നടത്തുന്നില്ല എങ്കിൽ ആ വേലയിൽ പിന്നെ നിലനിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു,
ഞാൻ കർത്താവ് നടത്തുന്ന ആ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ കർത്താവ് എൻ്റെ യജമാനനായി തീരുകയും കർത്താവ് എന്നെ നടത്തിയെങ്കിൽ ഞാൻ മുൻപോട്ട് നടക്കുകയും ചെയ്യും എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി എൻ്റെ ആ ശുശ്രൂഷ കാലഘട്ടം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 2010 കൂടി പൂർണ്ണമായി സുവിശേഷ വേലയ്ക്കായിട്ട് എന്നെ തന്നെ വേർതിരിച്ച് ആ നിലയിൽ സുവിശേഷ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായി സഭയോടുള്ള ബന്ധത്തിൽ ചേർന്ന് മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഒരു വിവാഹപ്രായമൊക്കെ ആയി. ആ സമയത്ത് 2010 ഒടുവിൽ ഒരു ഡിസംബർ മാസം 11-ാം തീയതി കൊട്ടാരക്കരയിലുള്ള മൈലത്തുള്ള ദൈവ സഭയിൽ ഒരു പെൺകുട്ടി ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് മുൻപോട്ട് വേർപെട്ട് കടന്നു വരികയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്ന സുഗജാമോൾ എന്നുള്ള പെൺകുട്ടിയെ ചെന്ന് കാണുവാൻ ഇടയായിത്തീർന്നു. വളരെ സാധുക്കളായിരിക്കുന്ന ആ ഒരു കുടുംബം. എന്നാൽ എൻ്റെ ഭാര്യയുള്ള ബന്ധത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൃശ്ശൂരുള്ള രഹബത്ത് ബൈബിൾ സ്കൂളിൽ കടന്നു പോവുകയും അവിടെ ദൈവവചനം പഠിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിങ്ങനെ തീരുമാനിച്ചു, ഇങ്ങനെ ഒരു വ്യക്തിയാണല്ലോ ദൈവവേലയുള്ള ബന്ധത്തിൽ എനിക്ക് ആവശ്യമായിരിക്കുന്നത് എന്നുള്ള ഒരു പൂർണ്ണ നിശ്ചയത്തിലെത്തുകയും അങ്ങനെ കർത്താവിൽ ആശ്രയിച്ച് വളരെ പ്രാർത്ഥനയോടെ ആ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ കുടുംബമായി സേവിക്കുവാൻ ആരംഭിച്ചു. 2011 ആയപ്പോൾ ഞങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ആദ്യമായിട്ടൊരു മകനെ നൽകി. അവൻ്റെ പേരാണ് ജെറമ്യ. ആ പേര് ഇടുവാൻ എനിക്ക് ഒരു കാരണമുണ്ട്. ദൈവം ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ പേരിൻ്റെ അർത്ഥം. സ്വർഗത്തിലെ ദൈവം എന്നെ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള ആ ചിന്ത എൻ്റെ ഹൃദയത്തെ ഭരിച്ചപ്പോൾ ഞാൻ എൻ്റെ മോന് ജെറമ്യ എന്നുള്ള പേര് വിളിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായി വീണ്ടും കർത്താവിൻ്റെ വേലയിൽ വളരെ സന്തോഷത്തോടെ ആയിരുന്നു. ഇന്നുള്ള എല്ലാ സഹോദരന്മാരെ പോലെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ സഞ്ചരിച്ച് പല സ്ഥലങ്ങളിൽ കർത്താവിനെ പല ദൈവം തന്ന കൃപാവരത്തിനൊത്തവണ്ണം ശുശ്രൂഷിപ്പാൻ ഇടയായിത്തീർന്നു. വിശേഷാൽ മുൻപ് ഗാനം ആലപിച്ച ഷിബു സഹോദരനോടൊപ്പം നിലമ്പൂരുള്ള ഒരു സ്റ്റേജിൽ വേദി പങ്കിടുവാൻ ദൈവമായ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിയത് ഞാൻ ഓർക്കുകയാണ്. പ്രധാനമായിട്ടും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും എനിക്കിഷ്ടമുള്ളതുമാകുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് വഴി സൈഡുകളിൽ പരസ്യയോഗങ്ങൾക്ക് പാട്ട് പാടുക, പരസ്യയോഗങ്ങളിൽ അവസരങ്ങൾ കിട്ടുന്നിടത്ത് ദൈവവചനം പറയുക എന്നുള്ളതാണ്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ശുശ്രൂഷയും അത് തന്നെയാണ്. അങ്ങനെ ഈ കാൽവനാദം മിനിസ്ട്രിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിൽ പ്രിയ സന്തോഷവനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവനന്തപുരത്തുള്ള പട്ടണങ്ങളിൽ പ്രിയ റോഹിച്ചാനും ഞാനും പ്രിയ സന്തോഷവനും തിരുവനന്തപുരത്തുള്ള ശീസവനൊക്കെ ആയി ചെങ്കൽച്ചൂള അതുപോലെയുള്ള മറ്റ് വിവിധ സ്ഥലങ്ങളിലൊക്കെയും കർത്താവിനെ പാടി സ്തുതിച്ചതും ദൈവവചനം പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തിയതുമൊക്കെ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന ശുശ്രൂഷകൾ ഇങ്ങനെ പങ്കെടുത്ത് ഞങ്ങൾ കടന്നു വരികയായിരുന്നു. പ്രധാനമായിട്ടും ഞങ്ങളുടെ സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് പല വെല്ലുവിളികളുണ്ടായിരുന്നു. എൻ്റെ ശുശ്രൂഷയുടെ അനുഭവങ്ങളാണല്ലോ പറയുന്നത്. ഞങ്ങളുടെ മുതിർന്ന സുവിശേഷൻ ഇതിനോടകം കഴിഞ്ഞ കൊറോണയുടെ സമയത്ത് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. എന്നോടൊപ്പം എൻ്റെ സീനിയറായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന മറ്റൊരു സഹോദരനും കൂടെയുണ്ട്. അദ്ദേഹവും ഞാനും പിന്നെ തുടർന്ന് ദൈവസഭ ഇങ്ങനെ പരിപാലിച്ച് മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഞങ്ങളവിടെ നേരിട്ട ഒരു പ്രധാന വെല്ലുവിളികളിൽ ഒന്നായിരുന്നു, ഞങ്ങൾക്കൊരു സഭാ ഹാൾ ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഞങ്ങൾക്ക് മരിച്ചാൽ മൃതദേഹം അടക്കുവാൻ ഒരു ശവക്കോട്ട ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഇതിനിടയ്ക്ക് ഒന്ന് പറയട്ടെ പ്രിയമുള്ളവരെ, എനിക്ക് പൂർണ്ണമായ ശുശ്രൂഷയിലേക്ക് തിരിയുന്നതിന് മുൻപ് എൻ്റെ ജീവിതത്തിൽ മറ്റ് ഒരു ശുശ്രൂഷ രംഗത്തോടെ ഞാൻ കർത്താവിനെ സേവിക്കുവാൻ ഇടയായിത്തീർന്നു. അത് പെരുമ്പാവൂരുള്ള GTC ഗോസ്പൽ ട്രെയിനിങ് സെൻറ്ററിൽ 2 വർഷം വാർഡനായിട്ട് ഞാൻ കർത്താവിനെ സേവിപ്പാൻ ഇടയായിത്തീർന്നു. അന്ന് ഏതാണ്ട് 15ഓളം കുഞ്ഞുങ്ങൾ അന്ന് അവിടെ പഠിച്ചു. അവർ ഇന്ന് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. അവരൊക്കെയും പോയി പ്രവർത്തിച്ച സ്ഥലങ്ങളിലൊക്കെ സഭകൾ ഉണ്ടായതായിട്ട് പിന്നീട് കാണുവാനിടയായിത്തീർന്നു. ഞാൻ പിന്നീട് നോർത്ത് ഈസ്റ്റിലുള്ള പല സംസ്ഥാനങ്ങളിലും കടന്നു പോകാനും ആ കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുവാനും അവരോടൊപ്പം കർത്താവിൻ്റെ വേലയിലായിരിക്കുവാനൊക്കെയും പലപ്പോഴും ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ 2 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം
തിരുവനന്തപുരത്തുള്ള പൂവാറ് വിരാലി എന്ന് പറയുന്ന ലോക്കൽ ബദൻ സഭയിൽ അവിടെ ഏതാണ്ട് 1 വർഷം അടുത്ത് കർത്താവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് ഒരു സഭാ ശുശ്രൂഷകനായി കടന്നു പോകാൻ ഇടയായത്. അവിടെ തിരുവനന്തപുരത്തിൻ്റെ പശ്ചാത്തലം അറിയുന്നവർക്കറിയാം, ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്. ഞാനും അവിടെ ചെന്ന് അവിടെയുള്ള സഹോദരന്മാരോടൊപ്പം വളരെ സജീവമായി കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിലായിരിക്കാൻ ദൈവമായ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. വളരെ നല്ല നാളുകളായിരുന്നു അത്. വിശേഷാൽ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആദ്യമായിട്ട് സ്നാന ശുശ്രൂഷ ചെയ്യുവാനൊക്കെയുള്ള അവസരമുണ്ടായത് എനിക്ക് അവിടെയാണ് പറഞ്ഞത്. എന്നാൽ 1 വർഷത്തോട് അടുത്തപ്പോൾ, 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയാമോ? ഞാനിന്നായിരിക്കുന്ന ഈ കോട്ടയത്തിൻ്റെ പല പ്രദേശങ്ങളിലും വാസ്തവത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന അത്രയും സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് ബോധ്യമായി. മാത്രവുമല്ല, അനേക വേലക്കാർ അവിടെ സജീവമായി വർക്ക് ചെയ്യുന്നതായിട്ടും എനിക്ക് കാണാനിടയായി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ പ്രദേശത്ത് എനിക്ക് ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യണം, പ്രമാണമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ എനിക്ക് കണ്ടക്ട് ചെയ്യണം, അതുപോലെ തന്നെ സഹകരിക്കണം, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുവാനിടയായത്. മാത്രവുമല്ല, ഞങ്ങളുടെ മോൻ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് ഞാനും വൈഫും മോനുമായി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്ഥലം സഭയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഇവിടെ ആയിരിക്കുമ്പോഴാണ് വീണ്ടും എനിക്ക് GTC എന്ന് പറയുന്ന ബൈബിൾ സ്കൂളിൽ വാർഡൻ്റെ ഒരു അഭാവം കണ്ടപ്പോൾ ആ ശുശ്രൂഷ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ അവിടേക്ക് കടന്നു. എന്നാൽ പറയട്ടെ പ്രിയമുള്ളവരെ, 3 മാസം മാത്രമേ എനിക്ക് ആ ബാച്ചിന് ആ ശുശ്രൂഷയിൽ തുടരാൻ സാധിച്ചു. അപ്പോഴാണ് എനിക്ക് 1ാമത്തെ സ്ട്രോക്ക് ഉണ്ടാകുവാനിടയായത്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്ട്രോക്ക് എൻ്റെ 32ാമത്തെ വയസ്സിൽ എനിക്കുണ്ടാകുവാനിടയായത്. അങ്ങനെ ആ സ്ട്രോക്ക് വന്ന് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. ആ സമയത്ത് എൻ്റെ അടുക്കൽ വന്ന സഹോദരന്മാരൊക്കെയും എന്നെ ആശ്വസിപ്പിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം എന്നെ അതിൽ നിന്ന് വേഗത്തിൽ തന്നെ എനിക്ക് സൗഖ്യം നൽകി എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കി വരുത്തി. എന്നാൽ ഞാൻ വീണ്ടും GTCയിലെ ശുശ്രൂഷയ്ക്ക് കടന്നു പോകാൻ എനിക്കൊരു മടി വന്നു. മറ്റൊന്നുമായിട്ടല്ല, എൻ്റെ ഹൃദയത്തെ വല്ലാതെ ഒരു വാക്യം ഭരിക്കുവാനിടയായിത്തീർന്നു. അത് മോശയെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്യമാണ്. മോശ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാളും ദൈവജനത്തോടു കൂടി കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു എന്നുള്ള ആ വാക്യം എന്നെ വളരെ ഭരിക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് ഒരു പക്ഷേ അവിടെ ആയിരിക്കുന്ന ശുശ്രൂഷയിൽ എനിക്ക് ഭൗതികമായിട്ടോ വലിയ കഷ്ടതയോ പ്രയാസങ്ങളോ അലച്ചിലോ ഒന്നുമില്ല. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും വലിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. അവിടെ സുഖകരമായിരിക്കുന്ന ഒരു ശുശ്രൂഷ സന്തോഷകരമായ നിലയിൽ മുൻപോട്ട് പോകാൻ സാധിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ അതല്ല ദൈവം എന്നെക്കുറിച്ച് വച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുവാനിടയായിത്തീർന്നു. കാരണം മറ്റൊന്നുമല്ല, വിശ്വാസ ജീവിതത്തിൻ്റെ മഹത്വം വളരെ വ്യക്തമായി സ്വർഗത്തിലെ ദൈവം എന്നെ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ്. ദൈവം നല്ലവനെന്ന് ഓരോ നിമിഷവും രുചിച്ചറിയുവാൻ ദൈവമായ കർത്താവ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഭാഗ്യം നൽകിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഏത് ഒരു മരുഭൂമിയിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഏതൊരു കുഗ്രാമത്തിലാണെങ്കിലും കർത്താവ് അയക്കുന്ന അവിടെ ചെന്നാൽ തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവം എന്നെ പരിപാലിക്കും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ പറയട്ടെ, ഞാൻ അവിടുന്ന് മടങ്ങി വന്ന് വീണ്ടും ശക്തമായി പ്രാർത്ഥിക്കുകയും കോട്ടയത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ചില സഹോദരന്മാരുണ്ട്, അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ഇങ്ങനെ തുടർമാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടുന്ന് എനിക്കൊരു ബോധ്യമുണ്ടായി, തൽക്കാലം എങ്ങും പോകണ്ട, സ്വന്തം ദേശത്ത് ദൈവസഭയുള്ള ബന്ധത്തിൽ തന്നെ ആയിരിക്കുക എന്നുള്ള ഒരാലോചന എനിക്ക് കിട്ടുവാനിടയായത്. അങ്ങനെ സ്ഥലം സഭയോട് ചേർന്ന് വീണ്ടും ഞാൻ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ഇടയായത്. വാസ്തവത്തിൽ ഞങ്ങളുടെ സഭയിലെ സുവിശേഷകൻ ഞാൻ പറയുമായിരുന്നു, സ്വന്തം ദേശത്ത് ഒരു പ്രവാചകനും ബഹുമാനമില്ല, പക്ഷേ ഇത് പറഞ്ഞ കർത്താവ് എവിടേക്കാണ് പോയത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹം മൂവാറ്റുപുഴയിൽ പോയി താമസിച്ചിട്ട് തൻ്റെ സ്വന്തം ദേശമായ ആ സ്ഥലത്തേക്ക് മടങ്ങി വന്ന ഒരു സഹോദരനാണ്.
അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ ദേശത്ത് തന്നെ നിന്ന് ആയിരിക്കാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ച പോലെ ഞങ്ങൾക്ക് 2 വെല്ലുവിളികളുണ്ടായിരുന്നു. ഒന്ന്, ഞങ്ങൾക്ക് ഒരു സിമിട്രി ഇല്ലായിരുന്നു. 2, ഞങ്ങൾക്ക് സഭാ ഹാളില്ലായിരുന്നു. 8 സെൻറ്റ് സ്ഥലം മാത്രം ഞങ്ങൾക്ക് സഭയോടുള്ള ബന്ധത്തിൽ മേടിച്ചത് ഉണ്ട്. ഞങ്ങളുടെ മുതിർന്ന സുവിശേഷകൻ മരിച്ചു പോവുകയും ചെയ്തു കൊറോണയുടെ സമയത്ത്. നാമമാത്രമായ സഹോദരങ്ങൾ ഒന്നിച്ചു കൂടി വരുന്ന ഒരു ചെറിയ കൂടിവരവ്. വാസ്തവത്തിൽ ഞാൻ ഓർക്കുകയാണ്, സുവിശേഷകന്റെ മരണശേഷം വാസ്തവത്തിൽ ഞങ്ങളുടെ സഭയോടുള്ള ബന്ധത്തിൽ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഞങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഞാൻ പറഞ്ഞു വന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ സഭയോടുള്ള ബന്ധത്തിൽ എന്നെ അവിടെ നിർത്തുവാനിടയായി തീർന്നു. ഞാനും എൻ്റെ മുതിർന്ന ഒരു സഹോദരനുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിച്ച് ആ ശൂന്യതയുടെ മധ്യത്തിൽ ദൈവത്തോട് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവം നമ്മോടുള്ള ബന്ധത്തിൽ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ കാണും എന്നുള്ളത് ഈ 2 കാര്യത്തിലൂടെ എനിക്ക് വ്യക്തമായി വീണ്ടും എന്നെ ദൈവം മനസ്സിലാക്കി തന്നു, പഠിപ്പിച്ചു. അത് എൻ്റെ മാത്രം പ്രാർത്ഥനയാണ് എന്ന് ഞാൻ പറയുന്നില്ല. ലോകമെമ്പാടുമുള്ള അനേക സഹോദരങ്ങളുടെ, കുടുംബങ്ങളിലെ, വ്യക്തികളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു സിമിത്തേരി ദൈവം ഞങ്ങൾക്ക് നൽകി. 62ഓളം ദിവസം ആ സിമിറ്ററിയോടുള്ള ബന്ധത്തിൽ ഞാൻ വേറെങ്ങും പോകാതെ 66ഓളം ദിവസം അധ്വാനിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അധ്വാനിച്ച ഞാൻ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു സിമിറ്ററി ഉണ്ടായി. മാത്രവുമല്ല, ഇന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 50-75 പേർക്ക് ഒരുമിച്ച് ചേർന്ന് ആരാധിക്കാൻ സാധിക്കുന്ന മനോഹരമായ ഒരു ഹാള്, അതിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ ഇടയായിത്തീർന്നു. ഒന്ന് ചിന്തിക്കണം, ഒരു അക്കൗണ്ട് പോലും സ്വന്തമായിട്ട് ഇല്ലാത്ത ഞങ്ങൾക്ക് ഏതാണ്ട് 18 ലക്ഷം രൂപ അടുത്ത് വരുന്ന ഒരു സഭാ ഹാളിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് ഏതാണ്ട് 20-25 പേര് വരുന്ന ഒരു ചെറിയ കൂടിവരവായി ഞങ്ങൾ അവിടെ ദൈവത്തെ ആരാധിക്കുകയും കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നിലനിൽക്കുകയും ചെയ്യുകയാണ്. വിശേഷാല് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത്, ദൈവത്തിനൊരു പദ്ധതി നമ്മോടുള്ള ബന്ധത്തിലുണ്ടെങ്കിൽ തീർച്ചയായും ആ ദൈവം പ്രവർത്തിക്കും എന്നുള്ളത് വളരെ മനോഹരമായ നിലയിൽ കാണാൻ സാധിക്കും. ഒരുപക്ഷെ എനിക്കറിയില്ല, ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോവുകയും സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. പ്രധാനമായിട്ടും എറണാകുളം ജില്ലയിലുള്ള ചില സഹോദരന്മാരോട് ചേർന്നാണ് ഞാൻ ആ കാലഘട്ടത്തിൽ അല്ലൊക്കെയും സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ 2003 ഞങ്ങളുടെ സഭാ ഹാളിലെ പണിയൊക്കെ ഏറെക്കുറെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ ഹൈറേഞ്ചിൽ, അഥവാ രാജക്കാട് അടുത്ത് ഉടുമ്പൻചോല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ സുശേഷനായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. അപ്പോൾ ഞാനിവിടെ അടുത്തുള്ള എറണാകുളം ജില്ലയിലുള്ള മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള ദൈവസഭയോടും സഹോദരന്മാരോടും ചേർന്ന് ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുകയാണ്. അന്ന് പല സ്ഥലങ്ങളിലും കടന്നു സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും, അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ആ സഭ ഈ ഉടുമ്പൻചോലയിലുള്ള പ്രവർത്തനത്തിൽ അവർ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അവർ മാസത്തിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ 1 അങ്ങനെയൊക്കെ അവിടെ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് കടന്നു പോകും. അങ്ങനെ ഞാൻ അവരോടൊപ്പം സജീവമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇടയ്ക്ക് ഈ ഹൈറേഞ്ചിൻ്റെ പ്രദേശങ്ങളിലുമൊക്കെ കടന്നു പോകും. എന്നാൽ ഈ 2003 സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് മറ്റൊരു ബ്ലെസ്സിങ്ങോടെ തന്നു. ഞങ്ങളുടെ ആദ്യത്തെ മോൻ ജനിച്ചു 13 വർഷമായി. എന്നാലും ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞും കൂടി വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ മാനുഷികമായി പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള സാധ്യതകളൊന്നും തന്നെ പറയുവാൻ സാധിക്കത്തില്ല. ഞാനിങ്ങനെ ഈ സൂം മീറ്റിങ്ങിലൂടെ അത് പറയുമ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഒക്കെ ശാരീരികമായി പല നിലയിലുള്ള ബലഹീനത എൻ്റെ വൈഫിനോടുള്ള ബന്ധത്തിലുണ്ട്. അതുപോലെ ഞാനുമൊക്കെ ആദ്യ സ്ട്രോക്കിൻ്റെ മരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇല്ല. എന്നാൽ ഞങ്ങൾ കോട്ടയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരന്മാർ ഒന്നിച്ചു കൂടിയിരുന്ന് 3 ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു. 3 ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഒടുവിലത്തെ ദിവസം എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ഞങ്ങൾക്കൊരു
കുഞ്ഞും കൂടി ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്ന് ഞാൻ പറയുവാനിടയായിത്തീർന്നു. ആ സഹോദരന്മാർ ഒരുമിച്ച് കൈകോർത്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. പറയട്ടെ പ്രിയമുള്ളവരെ, 2003 ഒടുവിലേക്ക് വന്നപ്പോൾ 2023 ഒടുവിലേക്ക് വന്നപ്പോൾ വലിയവനായ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെയും കൂടി നൽകി. അവന് എഫ്രൈം എന്നുള്ള പേര് ഞാൻ വിളിക്കാനിടയായിത്തീർന്നു. എഫ്രൈം, അങ്ങനെ ദൈവം എനിക്ക് കാണിച്ചു തന്ന ഒരു പേരാണ് എഫ്രൈം. അങ്ങനെ 2 ആൺകുട്ടികളെ ദൈവമായ കർത്താവ് എനിക്ക് നൽകി. ഈ മോനുണ്ടായി 3 മാസം കഴിഞ്ഞപ്പോഴാണ് പ്രിയമുള്ളവരെ ഞാൻ ഹൈറേഞ്ചിലുള്ള ഉടുമ്പൻചോല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് കടന്നുപോയി. അന്ന് ഡിസംബർ മാസമായതുകൊണ്ട് സുവിശേഷം ക്രിസ്തുമസിനോടൊക്കെ അനുബന്ധിച്ച് പറയുവാൻ സാധിക്കുന്ന ഒരു നല്ല അവസരമാണല്ലോ എന്ന് കരുതിയാണ് അങ്ങനെ കടന്നു പോയത്. 2 ദിവസത്തെ മീറ്റിംഗ് ആണ് അവിടെ അവർ പ്ലാൻ ചെയ്തിരുന്നത്. അവിടെ നല്ല ശൈത്യമുള്ള കോടമഞ്ഞിറങ്ങിയ ഒരു സമയമായിരുന്നു. 1ാമത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ദൈവമായ കർത്താവ് ഭാഗ്യം നൽകി. അന്ന് ഗാനങ്ങൾ ആലപിക്കുവാനും അതുപോലെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനും ഒക്കെയും ദൈവമായ കർത്താവ് എന്നെയും സഹായിച്ചു. അന്ന് ഞങ്ങൾ ഒരുമിച്ച് വേലയിലുണ്ടായിരുന്ന സഹോദരന്മാരെല്ലാവരും കൂടി വൈകുന്നേരമായപ്പോൾ നന്നേ ക്ഷീണിച്ചു. അന്ന് വൈകുന്നേരം ആഹാരം കഴിച്ച് വിശ്രമിക്കുവാനായി ഭവനത്തിലെത്തി. അങ്ങനെ ആഹാരം കഴിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും, ഞാൻ ആദ്യത്തെ സ്ട്രോക്കിന് ശേഷം മരുന്ന് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ആഹാരം കഴിച്ച് ഉറങ്ങുന്നതിന് മുൻപാണ് സാധാരണ മരുന്ന് കഴിക്കുന്നത്. എന്നാൽ ആഹാരം കഴിച്ച് ഞങ്ങൾ സഹോദരന്മാർ തിരുവചനത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തലയുടെ ഉള്ളിൽ കറണ്ട് അടിക്കും പോലെ, കറണ്ട് പാസ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് ഒരു അനുഭവം ഉണ്ടാകാനിടയായിത്തീർന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കപ്പോൾ എനിക്ക് തോന്നി എന്തോ സംഭവിച്ചല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് റൂമിലേക്ക് ചെന്ന് മരുന്നെടുത്ത് കഴിച്ച് ഞാൻ കടന്നു. കട്ടിലിൽ കടന്നപ്പോൾ പറയട്ടെ പ്രിയമുള്ളവരെ, എനിക്ക് മനസ്സിലായി സ്ട്രോക്ക് തന്നെയാണ് സംഭവിച്ചത്. എൻ്റെ ഒരു സൈഡ് ഒരറ്റം മുതൽ ഇങ്ങനെ തളർന്ന് പതുക്കെ ജീവൻ നഷ്ടപ്പെട്ട് വരുന്ന ഒരു സൈഡ് ഇങ്ങനെ വരുന്നത് ഞാൻ തിരിച്ചറിയുവാൻ ഇടയായിത്തീർന്നു. എൻ്റെ ശബ്ദം അല്ലെങ്കിൽ ഞാൻ അൺകോൺഷ്യസ് ആകുന്നതിന് മുൻപ് എനിക്കൊരു ഗുണമുണ്ടായി. തൊട്ടടുത്ത മുറിയിൽ സഹോദരന്മാർ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ അവരോട് വിളിച്ചു പറയാനിടയായി തീർന്നു, സഹോദരന്മാരെ, എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ട്, എന്നാൽ വീണ്ടും അങ്ങനെ ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു, എനിക്ക് വീണ്ടും അങ്ങനെ ഒരു കാര്യം വന്നു. അതുകൊണ്ട് MRI ഉള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് ഞാൻ വാസ്തവത്തിൽ അൺകോൺഷ്യസ് ആയി പോകാനിടയായിരുന്നു. അന്ന് അവിടെ നമ്മുടെ സഹോദരന്മാരുടെ സ്നേഹവും കരുതലുമൊക്കെ വാസ്തവത്തിൽ എനിക്ക് അനുഭവിപ്പാനിടയായിത്തീർന്നു. അവര് ഒരു കർത്താവിലുള്ള ആ സഹോദരനുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നത് എന്ന് വാസ്തവത്തിൽ അവരുടെ ജീവിതത്തിലൂടെ അവർ വെളിപ്പെടുത്തിയെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കിടന്ന കട്ടിൽ നിന്ന് എന്നെ തോളിലേറ്റി. അങ്ങനെ തോളിലേറ്റി ആ വാഹനത്തിലുടനീളം ഛർദ്ദിച്ചാണ് ആ വഴിയിലൂടെ പോരുന്നത്. ഹൈറേഞ്ചായിരുന്നു, നമുക്കറിയാം. അവിടെയുള്ള പ്രാഥമിക ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടുന്ന് നേരെ കോതമംഗലത്തുള്ള ഒരു വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അതിവേഗം വാഹനം ഓടിച്ച് അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇത് സ്ട്രോക്കാണ്, തല ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറയാനിടയായിത്തീർന്നു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ അറിയിച്ചു. എൻ്റെ ജ്യേഷ്ഠനും വേഗത്തിൽ വാഹനമായിട്ട് അവിടെ എത്തി. ജ്യേഷ്ഠനും സഭയിലുള്ള എൻ്റെ സീനിയർ ആയിരിക്കുന്ന ആ സഹോദരനും അവിടെ എത്തി. അവർ പറഞ്ഞു എന്നാൽ നമുക്ക് മെഡിക്കൽ കോളേജിൽ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെന്ന ആ ദിവസങ്ങളെ വാസ്തവത്തിൽ എന്താണ് നമുക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ദിവസങ്ങളാണ്. ഒരുപക്ഷെ അതിൻ്റെ നേരിട്ട് കണ്ട അനുഭവം കർത്താവിൽ പ്രിയ റോയിച്ചാനും അതുപോലെ തന്നെ സന്തോഷ് സഹോദരനൊക്കെ വന്ന് കണ്ടത് ഞാൻ ഒരു നേരിയ ഓർമ്മ എനിക്കിപ്പോഴുമുണ്ട്. വാസ്തവത്തിൽ തലയുടെ ഉള്ളിലെ ഞരമ്പ് പൊട്ടിയിട്ട് അത് ബ്ലീഡായി അപ്പോഴുണ്ടാകുന്ന വേദനയുടെ ഞാൻ പലരോടും ഞാൻ പറയാനിടയായിത്തീർന്നു.
തലയ്ക്കകത്ത് ഒരു വെടിയുണ്ട തറച്ചു കയറിയാൽ എന്തുമാത്രം വേദനയുണ്ടോ അത്രമാത്രം വേദന, ഭീകരമായ വേദനയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ആ വേദനയുടെ അനുഭവം മാത്രമല്ല, എന്താണ് ഈ ഞരമ്പ് പൊട്ടിയുന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാൻ തരത്തില്ലെന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. വെള്ളം കുടിക്കാൻ തരത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കുടിക്കുന്നത് പോലെ വേഗത്തിൽ നമുക്ക് വെള്ളം കുടിക്കാൻ സാധിക്കത്തില്ല. അത്ര അത്യാവശ്യമാണെങ്കിൽ നാവിൽ ഒരേ തുള്ളി വെള്ളമാണ് ഇറ്റിറ്റ് തരുന്നത്, അല്ലെ കോട്ടൺ ഉപയോഗിച്ച് ഒക്കെ തരുന്നത്. നമ്മളുടെ പിന്നീട് ഞാൻ ഈ അനുഭവം ഞാൻ ഈ തൊണ്ട വറ്റിപ്പോകുന്ന അനുഭവം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരിടത്ത് വെച്ച് സഹോദരൻ ഇങ്ങനെ പറയാനിടയായിത്തീർന്നു. നമ്മുടെ കർത്താവിന് ഇതേ അനുഭവമല്ലേ ഉണ്ടായത്? തൊണ്ട അണ്ണാക്കിനോട് വറ്റിപ്പോയ അവസ്ഥ എന്ന് പറയുന്നത് ഇതല്ലായിരുന്നോ എന്ന് ആ സഹോദരൻ പറയാനിടയായത്. കർത്താവിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അവസ്ഥ ഒന്നുമല്ല. പക്ഷേ ഞാനത് ചിന്തിക്കുകയായിരുന്നു, ഈ ചെറിയ അവസ്ഥയിൽ ഒരു തുള്ളി വെള്ളം തൊണ്ടയിലേക്ക് ചെല്ലാതെ ഒരു മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥ എനിക്കുണ്ടായ ആ ചെറിയ അനുഭവത്തിലുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന് ഒരു തുള്ളി വെള്ളം തൻ്റെ നാവിൽ കിട്ടാതെ ഇരുന്നപ്പോൾ ആ അവസ്ഥ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന നിലയിൽ എന്നെ ചിന്തിപ്പിക്കാനിടയായി തീർന്നു. വാസ്തവത്തിൽ അവൻ്റെ തൊണ്ട അണ്ണാക്കിനോട് പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അവിടെ കാണാൻ സാധിക്കുന്നത്? ദൈവമേ സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ അധികം സമയം നമ്മുടെ മുൻപാകെ ഞാനിങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോട്ടെ. അങ്ങനെ മെഡിക്കൽ കോളേജിലെ പ്രാഥമിക ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അടുത്തുള്ള ഒരു താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് എന്നെ പറഞ്ഞു വിട്ടു. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സോഡിയം താണുപോയി, പ്രഷർ ഹൈ ആയി, ഞാൻ വീണ്ടും അബ്നോർമൽ ആകുവാനിടയായി തീർന്നു. അപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹോദരന്മാരൊക്കെ പറഞ്ഞു, ഇനി നമുക്ക് സാമ്പത്തികമൊന്നും നോക്കണ്ട, നമുക്ക് ഇതിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലാണ് എറണാകുളത്തുള്ള ഇൻഡോ അമേരിക്ക, അഥവാ ഇവിടെ വൈക്കത്തിനടുത്തുള്ള ഇൻഡോ അമേരിക്ക എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ. അവിടെ ഡോക്ടർ പരമേശ്വരൻ എന്ന് പറയുന്ന ആൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ അവിടെ ചെല്ലുകയും അവരെന്നെ അവിടെ ഐസിയുലാക്കുകയും ചെയ്തു. ഐസിയുവിൽ ചില ദിവസങ്ങൾ കടന്നു. മരണത്തോട് മല്ലടിച്ച ചില നിമിഷങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് ലോകമെമ്പാടുമുള്ള ദൈവജനം ഒരുമിച്ച് കൈകോർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ എൻ്റെതായിരിക്കുന്ന മഹത്വമോ മിടുക്കോ ഒന്നും എനിക്ക് പറയാനില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, അഥവാ ദൈവം ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവൻ്റെ ജീവൻ അപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ എത്ര വലിയ തീവ്രമായ അവസ്ഥയിലൂടെ കടന്നു പോയാലും ആ മനുഷ്യനെ കർത്താവ് മടക്കിക്കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണല്ലോ എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ചു, ആ ഐസിയുവിലായിരുന്ന സമയത്ത് ഒരുപക്ഷെ മരിക്കുവാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ പലവട്ടവും എൻ്റെ ഹൃദയത്തിൽ അതുവരെയും മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് ധൈര്യമായിട്ട് അതിഘോരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ദൈവമേ, ഞാൻ പലവട്ടവും ആ ഇൻഡോ അമേരിക്കയുടെ ഐസിയുവിൽ കിടന്ന് മരിക്കുമായിരിക്കും, ഉടനെ അടുത്ത നിമിഷം അല്ലേ ഉടനെ ഞാൻ മരിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ പല നിലകളിലുള്ള ഭീകരമായ ചിന്തകൾ എൻ്റെ ഹൃദയത്തെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഞാൻ ബലപ്പെട്ടു. കർത്താവേ, മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ വളരെ പ്രസംഗിക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണല്ലോ. എനിക്ക് ഇതിനെ അതിജീവിച്ചേ പറ്റത്തുള്ളൂ, ഈ ഭയത്തെ എനിക്ക് അതിജീവിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഭയത്തെ ഞാൻ അതിജീവിക്കുവാനിടയായിത്തീർന്നു. വളരെ ധൈര്യത്തോടെ അങ്ങനെ ഞാൻ ആ ഐസിയുവിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വാർഡിലേക്ക് മാറ്റി. ദൈവത്തിൻ്റെ കൃപയാൽ പറയട്ടെ പ്രിയമുള്ളവരെ, പല ആളുകളോടും നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം ആ വാർഡിൽ കിടന്ന് വന്ന രോഗികളോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും ഒക്കെ എനിക്ക് പറയുവാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോഴും എൻ്റെ ഒരു ജ്യേഷ്ഠൻ എന്നെ വഴക്ക് പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ എൻ്റെ വിശേഷം ചോദിക്കുന്നതിന് പകരം ഞാൻ അദ്ദേഹത്തോട് എന്തുണ്ട് വിശേഷം എന്ന് ഞാൻ ചോദിച്ചു. അതിന് അദ്ദേഹം എന്നോട് ദേഷ്യത്തിൽ പറഞ്ഞു, നിന്റെ വിശേഷം എന്താണെന്ന് നീ പറ, ഞങ്ങളുടെ വിശേഷമാണോ ചോദിക്കുന്നത് എന്ന് പറയാനിടയായി തീർന്നു. ഒരു സൈഡ് മുഴുവനും പാരലൈസ്ഡ് ആയിട്ട് കയ്യോ കാലോ അനക്കാൻ സാധിക്കാതെ ഞാനിങ്ങനെ ബെഡിൽ ചില നാളുകൾ തന്നെ കഴിഞ്ഞു കൂടിയത് ഞാൻ ഓർക്കുകയാണ്.
ഉള്ളത് പറയട്ടെ. പ്രിയമുള്ളവരെ, അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് ആ ദിനങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുകയും കൈത്താങ്ങൽ നൽകുകയും ഒക്കെ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ചില നാളുകൾ തന്നെ ആ ഹോസ്പിറ്റലിൽ ഞാനങ്ങനെ ആ അവസ്ഥയിൽ തുടരുവാൻ ഇടയായിത്തീർന്നു. മൂക്കിലൂടെ ട്യൂബിട്ട്, അതുപോലെ വായിലൂടെ ഒക്കെയും ആഹാരം കഴിച്ചത് തന്നെ ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. പറയട്ടെ, അത്ഭുതകരമായ നിലയിൽ ദൈവമായ കർത്താവ് ആ കിടപ്പിൽ നിന്ന് എനിക്ക് ഒരു വ്യത്യാസം വരുത്തുവാൻ ഇടയായി തീർന്നു. ദൈവമായ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും പ്രിയമുള്ളവരെ, ആ ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് എഴുന്നേറ്റ് നിന്ന് പതുക്കെ ഒരു വഴിയുടെ സഹായത്തോടെ നടക്കുവാനുള്ള ഒരു ട്രെയിനിങ് അവരെനിക്ക് തരുവാനിടയായി തീർന്നു. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഞാനിങ്ങനെ പകുതി പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ആ സമയത്ത് എൻ്റെ തൊട്ടടുത്ത് ആരെങ്കിലും കിടപ്പുണ്ടോ എന്ന് ഞാനിങ്ങനെ നമ്മുടെ സഹോദരന്മാരോട് ചോദിക്കും. കാരണം ഒരു സൈഡിൽ മറ്റാരോ കിടക്കുന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് അനുഭവപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ഒരവസ്ഥ. വാസ്തവത്തിൽ ആരും കിടപ്പുണ്ടായിരുന്നില്ല. എന്താണ്, ഈ ഒരു സൈഡിൽ ജീവനില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടാകുവാനിടയായി തീർന്നു. അതിനുശേഷം അവിടുന്ന് ഡിസ്ചാർജായി ഭവനത്തിൽ വന്നു. ഇപ്പോൾ ഏതാണ്ട് 1.5-2 വർഷം അടുക്കുകയാണ്. പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ പറയട്ടെ, സ്വർഗ്ഗത്തിൽ ദൈവം പ്രാർത്ഥന കേട്ടു. ഞാനിങ്ങനെയാണ് ആഗ്രഹിച്ചത്. ഏതൊരു കാര്യത്തിലാണെങ്കിലും, ഏതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയാലും നമ്മുടെ കർത്താവ് എന്നെ ഒരു നാളും കൈവിടത്തില്ല. നമ്മുടെ കർത്താവ് നമ്മളെ ഉപേക്ഷിക്കത്തില്ല. മുൻപേ പാടിയതുപോലെ കർത്താവ് ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ് എന്നുള്ള വലിയ വിശ്വാസവും വലിയ ഉറപ്പും എനിക്ക് ദൈവമായ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നൽകി. ഇപ്പോഴും ഞാൻ ആയിരിക്കുമ്പോൾ എനിക്ക് വളരെ ഇന്ന് പ്രത്യാശയും ഉറപ്പും എന്നിൽ വർദ്ധിക്കുവാൻ മാത്രമേ ഇടയായിട്ടുള്ളൂ. കാരണം എന്താണെന്നറിയാമോ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് എല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല. കർത്താവിൻ്റെ വേല, എന്നോടുള്ള ബന്ധത്തിൽ ദൈവമായ കർത്താവ് എന്നെ ഏൽപ്പിച്ച വേല മരണം വരെ ചെയ്യുക, സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുക, അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവമായ കർത്താവെ, മരണം വരെ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ടുള്ള ആരോഗ്യം ദൈവമായ കർത്താവ് എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഏവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. വിശേഷാൽ അനേക സഹോദരന്മാർ എനിക്ക് പരിചയമുള്ള മുഖങ്ങളാണ്. എന്നാൽ ഒരുപക്ഷെ ഈ സൂം ഫ്ലാറ്റ് മുമ്പിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇതുവരെയും അല്ലെങ്കിൽ എന്നെ പരിചയമില്ലാത്തവരുമായുള്ള സഹോദരങ്ങളോട് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, നിങ്ങളും ആ വിഷയത്തിൽ സമ്പൂർണ്ണമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചില ദിവസങ്ങൾക്ക് മുൻപ് യാക്കോബിനെ കുറിച്ച് ചിന്തിപ്പാനിടയായി തോന്നുന്നു. യാക്കോബ് ഒരു അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതനുമായി മല്ല് പിടിച്ചത് ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ മല്ല് പിടിച്ച് ആ മൽപിടുത്തം കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ നമുക്കറിയാം, ആ മൽപിടുത്തത്തിന് ശേഷം യാക്കോബ് മുടന്തിയാണ് നടന്നു പോകാനിടയായി തീർന്നത്. അങ്ങനെ മുടന്തി നടന്നു പോയ ആ യാക്കോബിനോടുള്ള ബന്ധത്തിൽ യാക്കോബിൻ്റെ ഹൃദയത്തിൽ, പക്ഷേ ലോകപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ മുടന്ത് ഒരു ഒരു അപമാനമാണെങ്കിൽ തന്നെയും പ്രിയമുള്ളവരെ, അത് ജീവിതത്തിൽ അനേക മാറ്റങ്ങൾക്ക് വിജയത്തിൻ്റെ ഒരു കൊടി പായിച്ച ജീവിതമായിരുന്നു പിന്നീട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. യാക്കോബ് ഇസ്രായേലായി തീർന്നു. അതെ, യാബോക്കിൻ്റെ കടവ് അത് പെനിയേലായി തീർന്നു. അതെ, ശരീരത്തിൽ ദൈവത്തിൻ്റെ ദൂതനോട് മൽപ്പിടിച്ച വ്യക്തി എന്ന നിലയ്ക്ക് യാക്കോബിന് ദൈവത്തെ അഭിമുഖമായി ദർശിച്ച ഒരനുഭവം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. ഞാൻ അവിടെ നിന്നൊക്കെ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, പ്രിയമുള്ളവരെ, ഈ രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതല്ല നമ്മുടെ വിഷയം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വേല, ആ രോഗ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ സാധിക്കുക, കർത്താവ് ഏൽപ്പിച്ച കാര്യം അന്ത്യത്തോളം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണല്ലോ ജീവിതത്തിലെ ഏറ്റവും വിജയകരമായിരിക്കുന്ന ഒരു കാര്യം. DL മൂഡിയോടുള്ള ബന്ധത്തിൽ തൻ്റെ ജീവിതത്തിൽ ചേഞ്ച് ആക്കിയ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവിന് വേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതല്ല, കർത്താവ്
നമ്മെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കുമ്പോഴാണല്ലോ യഥാർത്ഥ ഒരു മിനിസ്ട്രി അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ആഗ്രഹിക്കുന്നു ഈ ഒരു അവസ്ഥയിലും സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ എന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ ഓർക്കുന്നു പ്രിയ സന്ദർശകനെയൊക്കെയും ആ കൊട്ടാരക്കര പ്രദേശത്ത് കഴിഞ്ഞ ഇടയിൽ കടന്നു ചെന്നു അവിടെ നടന്ന YMF-ന്റെ 2 പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനും 2 സ്ഥലങ്ങളിൽ ഗാനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അതുപോലെ 2 സ്ഥലങ്ങളിൽ ദൈവവചനം പ്രസംഗിക്കുവാനും ദൈവമായ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഞാൻ കുറവലങ്ങാട് എന്ന് പറയുന്ന ആ ഒരു പട്ടണം നമുക്ക് MC റോഡിൽ തന്നെയുള്ള ഒരു ടൗൺ പ്രദേശമാണ്. എന്നാൽ ഇതുവരെയും അവിടെ ഒരു സഭാകൂടിവരം ഉണ്ടായിട്ടില്ല. അവിടെ കത്തോലിക്ക തിങ്ങിപ്പാർക്കുന്ന വിവിധ മതസ്ഥ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഇതുവരെയും വേർപെട്ട ദൈവജനത്തിനൊരു കൂടിവരം ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങളെ ഈ നാളുകളിൽ ഭരിച്ച ഒരു കാര്യമുണ്ട്, അവിടെ ഒരു ദൈവസഭാ കൂടിവരവ് വേണം എന്ന് ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുകയും ചിന്തിക്കുവാനും ഇടയായി തീർന്നു. അത് ഈ കാലഘട്ടത്തിൽ ദൈവജനം അറിയുന്ന പോലെ അത് നിസ്സാര കാര്യമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. അത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ഏതൊരു കാലഘട്ടത്തിലും ഒരു കൂടിവരവ് എന്ന് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് നിസ്സാര കാര്യമല്ലല്ലോ. പക്ഷേ ഞാൻ ഇന്ന് ദൈവമക്കളോടുമുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ഞാൻ ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുകയാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവിൻ്റെ അല്ലെങ്കിൽ കർത്താവിനാൽ സ്ഥാപിതമാകുന്ന വേർപെട്ട ദൈവജനത്തിൻ്റെ ഒരു കൂടിവരവ് ആ പട്ടണത്തിലുണ്ടാകണം. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളവിടെ സന്ദർശിച്ചപ്പോൾ അവിടെ യഹോവ സാക്ഷികളായിരിക്കുന്ന ആളുകൾ അവിടെ കൂടി വരുന്നുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ആളുകളിൽ ഇങ്ങാലിക്കുടയോടുള്ള ബന്ധത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു ദുരുപദേശമാണ് എംപറർ ഇമ്മാനുവൽ എന്ന് പറയുന്നത്. എംപറർ ഇമ്മാനുവലിൻ്റെ ആളുകൾ അവിടെ കുടിയേറിയിട്ടുണ്ട്. അതുപോലെ പെന്റക്കോസ്റ്റൽ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട്. എന്നാൽ വേർപെട്ട ദൈവജനത്തിന് അവിടെ ഒരു കൂടിവരവില്ലല്ലോ. എൻ്റെ ഹൃദയത്തെ ഈ ദിവസങ്ങളിൽ വളരെ മതിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എന്താണ്? കർത്താവിനെ ആത്മാവിലും സത്യത്തിലും പരിജ്ഞാനത്തിൽ ആരാധിക്കുന്ന ഒരു ദൈവസഭാ കൂടിവരവ് ആ പട്ടണത്തിൽ വേണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. ആ നിലയിൽ തൃപ്പൂണിത്തുറ, അതുപോലെ തന്നെ മുളന്തുരുത്തി, അതുപോലെ വാക്കാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ദൈവജനങ്ങൾ ഞങ്ങൾ സഹോദരന്മാർ ഒന്നിച്ച് ചേർന്ന് അവിടെ ഒരു പരിശോധ പ്രവർത്തനം വീട് വിസിറ്റിംഗ് നടത്തി വരികയാണ്. എൻ്റെ ദൈവം നൽകിയിരിക്കുന്ന ഈ സൗഖ്യത്തോടുള്ള ബന്ധത്തിൽ, ഈ ആരോഗ്യത്തിൽ നിന്നുകൊണ്ട് അതിനുള്ള ബന്ധത്തിൽ ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവമായ കർത്താവ് ഇപ്പോൾ എന്നെ സഹായിക്കുന്നു. മാത്രമല്ല സൂം മീറ്റിങ്ങിലൊക്കെയും ഗാനങ്ങൾ ആലപിക്കുവാനും ദൈവനെ ശുശ്രൂഷിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ദൈവമായ കർത്താവ് നൽകാറുണ്ട്. വിശേഷാൽ ഇന്നും ഞാൻ കാൽവൈതാദ മിനിസ്ട്രിയെക്കുറിച്ച് പല കാര്യങ്ങളും പ്രിയ സന്തോഷ് സവനിലൂടെയും പല സഹോദരന്മാരിലൂടെയൊക്കെ കേൾക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇന്നാണ് ഇങ്ങനെ ദൈവമക്കളുടെ മുൻപാകെ ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചത്. അതുപോലെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരോട്, ദൈവമക്കളോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ വിശേഷാൽ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, സമയം നമ്മുടെ മുൻപിൽ വളരെ ചുരുക്കമാണല്ലോ. അങ്ങനെ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ മൂത്ത മോൻ ജെറമ്യ, രണ്ടാമത്തെ ആള് ഇപ്പോൾ 2 വയസ്സായി. അവൻ്റെ പേര് എഫ്രൈം എന്നാണ്. അതുപോലെ ഭാര്യ സുബജ. പ്രിയമകളെയും അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ 2 പേരെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നുമില്ല. ഞങ്ങൾ 3 പേരും ഒരുപോലെ സുവിശേഷ വേലയ്ക്ക് പ്രയോജനപ്പെടുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം കർത്താവ് എത്ര നല്ലവനാണ് എന്ന് രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാനും സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. എന്താണ്? കർത്താവെ, തലമുറയായിട്ട് നീ ഞങ്ങളുടെ സങ്കേതമാകുന്നു. നമ്മുടെ കർത്താവ് വരുവാൻ ഇനി എത്ര നാൾ നമ്മുടെ മുൻപാകെ ഉണ്ട് എന്ന് അറിയില്ല. അടുത്ത നിമിഷം വന്നാലും നമ്മളെല്ലാവരും പോകുവാൻ ഒരുക്കമുള്ളവരാണ്. എന്നാലേ ഞാൻ പറഞ്ഞു വന്ന ആശയം എന്ന് പറയുന്നത്, ഞങ്ങൾ കുടുംബമായിട്ട് 3 പേരും ഈ കർത്താവിൻ്റെ വേലയിലായിരിക്കണമെന്നുള്ള വലിയ ആഗ്രഹവും താല്പര്യവും പ്രാർത്ഥനയുമാണ്. ആ നിലയിൽ പ്രിയമുള്ളവരെ ഞാൻ പ്രാർത്ഥിച്ചു വരുന്നു. എൻ്റെ മൂത്ത മോനോട് ഞാൻ പറയാറുണ്ട്, എടാ, നീ കർത്താവിൻ്റെ വേലയെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിത്തീരണം. രണ്ടാമത്തെ കുഞ്ഞിന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രായമായില്ലെങ്കിലും
അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവനെ എൻ്റെ വൈഫ് ഗർഭവതിയായിരുന്നപ്പോൾ മുതലേ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? കർത്താവേ, എനിക്ക് ദൈവ വേലയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ തരണം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പറയട്ടെ, എല്ലാവരും പറയാനിടയായി തീർന്നു, അതൊരു പെൺകുഞ്ഞായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതൊരു അനുഗ്രഹത്തിൻ്റെ വാക്കാണ്. ഒരു ആൺകുട്ടിയുണ്ട്, അതുപോലെ ഒരു പെൺകുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറയട്ടെ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ രണ്ടാമത്തെ മോൻ ജനിക്കുന്നതിന് മുൻപ് അവൻ്റെ പേരും എഴുതിക്കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ വൈഫ് അഡ്മിറ്റ് ആയപ്പോൾ ഞാൻ കടന്നു ചെന്നത്. എന്താണെന്നറിയാമോ? എനിക്ക് ദൈവമായ കർത്താവ് ഒരു ഉറപ്പ് തന്നു, എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് ആളായിരിക്കും, അവനും ദൈവവേലയിൽ പ്രയോജനപ്പെടും എന്നുള്ള ഒരു ചിന്ത. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ദൈവമക്കളുടെ മുൻപാകെ പറയുമ്പോൾ തന്നെ ഏവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ കർത്താവിന്, അഥവാ എന്നുള്ള ബന്ധത്തിൽ ഞാൻ എൻ്റെ ഒരു ആപ്തവാക്യമായിട്ട് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ച് ഉയർത്തിട്ടിരിക്കെ ജീവിക്കുന്നത് തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായിട്ടത്രേ ജീവിക്കേണ്ടത്. അതുപോലെ പാപസംബന്ധമായി മരിച്ചിട്ട് ഇനി ഒരു വ്യക്തിക്ക് നീതിക്ക് ജീവിക്കുവാൻ മാത്രമേ അധികാരമുള്ളൂ. അപ്പോൾ ഞാൻ അവിടുന്ന് പറയാൻ ആഗ്രഹിച്ച കാര്യം എന്താണ്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇനി ജീവിച്ചിരിക്കുന്നവരായിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ആ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും കർത്താവിൻ്റെ വേലയിലായിരിക്കുക എന്നുള്ളതാണോ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സുവിശേഷം അറിയിക്കുക എന്നുള്ളതല്ലല്ലോ. നമ്മുടെ കുടുംബമാണേലും കുഞ്ഞുങ്ങളെ ആണേലും നമ്മൾ കർത്താവിൻ്റെ വചനപ്രകാരം അത് പരിപാലിച്ചു കൊണ്ടുപോകുമ്പോൾ അതും കർത്താവിൻ്റെ വേലയായി തീരുകയാണല്ലോ എന്ന് ഞാൻ ഓർക്കുകയാണ്. അവിടെ തന്നെ ദൈവനാമം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി കുടുംബമായിട്ട് നിലനിൽക്കുവാൻ ഏവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ 2025 എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു വേദഭാഗത്തു നിന്ന് 1-2 കാര്യങ്ങൾ ഞാൻ ദൈവജനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ദൈവസ്ഥാനിലിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 71 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാണ്. 70-ാമത്തെ സങ്കീർത്തനം ദാവീദിനാൽ രചിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ 71 അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ദാവീദ് പറയുകയാണ്, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ അപ്പോൾ അതൊരു ഒരു പൊങ്ങച്ചം പറയുകയാണ്, അല്ലെങ്കിൽ അതൊരു തെറ്റായ നമ്മെക്കുറിച്ച് തന്നെയുള്ള ഒരു ചിന്തയാണ് എന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഇത് ദൈവവചനമായി നമുക്ക് എഴുതി കിട്ടിയിരിക്കുമ്പോൾ, ആ കാലഘട്ടത്തിൽ ജീവിച്ച ഭക്തനായിരുന്ന ദാവീദ് ഇത് പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ആ തലമുറയിൽ ജീവിച്ച ആളുകളോടുള്ള ബന്ധത്തിൽ ദാവീദ് ഒരു ഭക്തനായിരുന്നു. അപ്പോൾ താൻ പറയുകയാണ്, ഞാൻ ഇന്ന് അനേകർക്ക് ഒരു അത്ഭുതമാകും. അങ്ങനെയെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഈ സങ്കീർത്തനത്തിൽ തന്നെ താൻ പലർക്കും ഒരു അത്ഭുതമായി തീർന്നു എന്നുള്ളതിൻ്റെ കാരണം താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്: ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ, ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾ പലർക്കും ഒരു അത്ഭുതമാകുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണം എന്താണെന്നറിയാമോ? ദാവീദ് പറയുകയാണ്, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയമായിരിക്കുന്നു. ഒരിക്കൽ ശൗലിൻ്റെ മുൻപാകെ ദാവീദ് നിൽക്കുമ്പോൾ ശൗൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഗോലിയാത്തിനെ കുറിച്ച് പറയുകയാണ്, ഗോലിയാത്ത് ബാല്യം മുതൽ യോദ്ധാവാകുന്നു, എന്നാൽ നീയോ ബാലൻ അത്രേ എന്ന് പറയാനിടയായിട്ട്. ദാവീദ് അതിനെ കുറിച്ച് പറയുകയാണ്, ദാവീദ് നീ ബാല്യം മുതൽ, ദാവീദ് നീ ഒരു ബാലനാണ്, എന്നാൽ ഗോലിയാത്ത് ബാല്യം മുതൽ യോദ്ധാവാണ്. നമുക്കറിയാം, എന്നാൽ ബാല്യത്തിലെ തന്നെ ജീവിതത്തിൽ മറ്റൊരു കാര്യം സ്വന്തമാക്കിയ ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. ഇതാണ്, ബാല്യത്തിൽ തന്നെ അവൻ ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ ബാല്യം മുതൽ യോദ്ധാവായിരുന്ന ഗോലിയാത്തിന്റെ മുൻപിൽ ദാവീദ് നിന്നപ്പോൾ താൻ പലർക്കും ഒരു അത്ഭുത വിഷയമായി തീർന്നു. കാരണം എന്താണ് പ്രിയമുള്ളവരെ?
താൻ ബാല്യം മുതൽ ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തിയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ മറ്റൊരു റീസൺ പറയുകയാണ്. ദൈവം എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. അപ്പോൾ യഹൂദാ ബാലനായിരുന്ന ദാവീദ് പറയുകയാണ്, എൻ്റെ ബാല്യം മുതൽ എന്നെ ഉപദേശിച്ച് നടത്തുന്നത് നീയാണ്. പ്രിയമുള്ളവരെ, ഈ രണ്ട് കാര്യങ്ങൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ പലരുടെ മുൻപിൽ ഒരത്ഭുതമായിരിക്കും, സംശയമില്ല. എന്താണ്? ബാല്യം മുതൽ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഉപദേശ വിഷയമായി തീരുക. അഥവാ ദൈവം നമ്മെ ഉപദേശിച്ച് നടത്തുന്ന ഒരനുഭവം. ദൈവത്തിൻ്റെ ഉപദേശവും ദൈവത്തിലുള്ള ആശ്രയവും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ സമൂഹത്തിൽ അവൻ വ്യത്യസ്തനായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ മനോഹരമായൊരു പാഠം എന്നെ 2025 കർത്താവ് പഠിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ഇതിൽ നിന്ന് സന്ദേശം ഉൾക്കൊള്ളുക മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ വരും ദിവസങ്ങൾ പ്രാക്ടിക്കലാക്കി മുൻപോട്ട് പോകാൻ ദൈവമായ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. എന്നെ ഈ നിലയിൽ ഇങ്ങനെ സാക്ഷ്യത്തിനായിട്ട് ക്ഷണിച്ച ദൈവമക്കളോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷിയായി ഇനിയും ദൈവം തരുന്ന ആയുസ് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ഏവരുടെയും പ്രാർത്ഥന വിശേഷം ഞാൻ ചോദിക്കുകയാണ്. ദൈവമായ കർത്താവ് എനിക്ക് വലിയ ഒരു സൗഖ്യം നൽകി ജീവനുള്ള ദേശത്ത് എന്നെ ഒരു അത്ഭുതമാക്കി നിർത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനിയും എനിക്ക് ദൈവജനത്തിൻ്റെ വലിയ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഏവരും പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവിന് എല്ലാ മഹത്വവും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ ദൈവം മതിയായവൻ, എൻ്റെ ദൈവം മതിയായവൻ, എൻ്റെ ദൈവം മതിയായവൻ, എൻ്റെ ദൈവം മതിയായവൻ, ഏതു നേരത്തും മതിയായവൻ, എനിക്കെന്നും ദൈവമാവൻ, ഏതു നേരത്തും മതിയായവൻ, എനിക്കെന്നും ദൈവമാവൻ. തന്നിലാശ്രയിച്ചിടുകിൽ ഒന്നിനും കുറഞ്ഞിടാതെ, തന്നിലാശ്രയിച്ചിടുകിൽ ഒന്നിനും കുറഞ്ഞിടാതെ, മണ്ണിൽ തൻ ബലത്താലേ നടത്തും എൻ്റെ ദൈവമെന്നും, മണ്ണിൽ തൻ ബലത്താലേ നടത്തും എൻ്റെ ദൈവമെന്നും. കാണും ഞാൻ മുഖാമുഖമാ പ്രാണനാഥനെ വീരവിൽ, കാണും ഞാൻ മുഖാമുഖമാ പ്രാണനാഥനെ വീരവിൽ, ആണിയേറ്റ പാണിയാലേ തുളയ്ക്കും കണ്ണുനീരല്ല, ആണിയേറ്റ പാണിയാലേ തുടയ്ക്കും കണ്ണുനീരല്ല, എൻ്റെ ദൈവം മതിയായവൻ, എൻ്റെ ദൈവം മതിയായവൻ, ഏതു നേരത്തും മതിയായവൻ, എനിക്കെന്നും ദൈവമാവൻ, ഏതു നേരത്തും
മതിയായവൻ എനിക്കെന്നും ദൈവമാവൻ. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഓർക്കുകയായിരുന്നു, അടഞ്ഞ നാവിനെ തുറക്കുന്ന ദൈവമാ. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ഇങ്ങനെ പാടാൻ കഴിയുമോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു സൈഡെല്ലാം സ്ട്രോക്ക് വന്ന് ഒരു സൈഡിലോട്ട് കൂടി, ഒരു തരത്തിൽ പറഞ്ഞാൽ ചത്തുപോയിരുന്ന ഒരു സ്ഥാനത്ത് ഇത്രമാത്രം പാടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ജീവൻ നൽകിയ, ലാസറിന് ആ ശരീരത്തെ ജീവൻ നൽകിയ ദൈവം പ്രിയദാസന് ജീവൻ നൽകിയത് ഓർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് കർത്താവിന്റെ ദാസൻ ഇന്നും ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരും കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം തന്റെ ദാസനിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് തന്റെ ദാസനെയും തന്റെ കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവം കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. കാൽവനാഥന്റെ സകല ടീമും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. ബ്രദർ ജോൺ ജോസഫ് ഓൺലൈൻ ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുമെന്ന് കരുതുന്നു. അടുത്ത അനൗൺസ്മെന്റിനും വോട്ട് ഓഫ് താങ്ക്സിനുമായിട്ട് മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാമുങ്കുര്യച്ചാനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ഒരാഴ്ചയും കാലുവനാഥ മിനിസ്ട്രിയുടെ ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിയത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. 161 എപ്പിസോഡിലാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. വളരെ അത്ഭുതകരമായ രീതിയിൽ ഈ മിനിസ്ട്രിയെ ദൈവം സഹായിക്കുന്നുണ്ട്. അനേക ദൈവദാസന്മാരെ പരിചയപ്പെടുത്തുവാൻ, അനേക ദൈവദാസന്മാരിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ പറയുവാനുള്ള ഒരു വേദിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ കാലുവനാഥ മിനിസ്ട്രിയെ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇന്ന് നാം കടന്നു വന്ന കർത്താവിന്റെ ദാസൻ രാജേഷ് കോട്ടയം മൂലം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ തനിക്ക് സുഖമില്ലായിരുന്ന സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി പ്രിയ സഹോദരനെ കാണുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ കാണുമ്പോൾ വളരെയധികം വേദനയോടുകൂടി അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു കണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റി തൻ്റെ കിടക്കയെ മാറ്റിമറിച്ച ദൈവം എത്ര ശക്തനായിട്ടുള്ളൊരു ദൈവമാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന് ഓപ്പൺ എയറിനെല്ലാം താൻ പാടുമ്പോൾ വളരെ ഉത്സാഹമുള്ളവനായിട്ട്, വളരെ ശബ്ദത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന്റെ വചനം സംസാരിക്കുവാനും പാടുവാനും ദൈവം ഈ പ്രദേശങ്ങളിൽ ദൈവദാസനെ ദൈവം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ പാടുമെന്നുള്ളത് ഞങ്ങൾ ഓർത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് സ്ട്രോക്ക് വന്ന് വളരെ ബലഹീനമായിട്ടിരുന്ന ഒരു സഹോദരൻ ഇപ്പോൾ നടക്കാൻ പ്രയാസമാണ്. ഒരു വടിയുടെ സഹായത്താലാണ് നടക്കുന്നത്. എന്നാൽ ഇന്ന് വന്ന് ദൈവമക്കളുടെ മുൻപായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, ദൈവജനത്തിന് സംസാരിപ്പാൻ തക്കവണ്ണം ദൈവം കൊടുത്തിരിക്കുന്ന ആരോഗ്യത്തിനും ബലത്തിനുമായിട്ട് ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ വളരെ മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ തക്കവണ്ണം സഹോദരൻ ഷിബു ഉരുൾപ്പെട്ട് ദൈവം എന്ന് എടുത്തുപയോഗിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. കാലുവനാഥം മിനിസ്ട്രിയുടെ നാമത്തിൽ ആ പ്രിയ സഹോദരനും ഒട്ടും ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വൈകുന്നേര സമയത്തിനുമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു പകൽക്കാലം ദൈവമേ, ഞങ്ങളായിരം സ്ഥലങ്ങളിൽ ഞങ്ങളേവരെയും കർത്താവെ ഞങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണണി പോലെ കാത്തുരുപാലിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നും കാലുവനാഥ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ അനേക പ്രിയപ്പെട്ടവർക്ക് കർത്താവെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ഇരുന്ന് ഇതിൽ കർത്താവെ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇങ്ങനെ ഒരു സാവകാശം കൂടി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് പ്രിയ സഹോദരൻ രാജേഷിൽ നിന്ന് കേൾക്കുവാൻ ഇടവരുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ പ്രയാസ കാലങ്ങളിൽ കർത്താവ് പ്രിയ സഹോദരനെ സഹായിച്ച കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുകയായിരുന്നു. അങ്ങയുടെ വചനം സംസാരിക്കുവാൻ തക്കവണ്ണം, അങ്ങയ്ക്ക് വേണ്ടി പാട്ടുപാടുകൾ പാടുവാൻ തക്കവണ്ണം, പല സ്ഥലത്തും ചെന്ന് കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ ഇപ്പോഴും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദാനമായി കൊടുത്ത 2 ആൺകുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരും ദൈവകാര്യങ്ങളിൽ കർത്താവ് വരും കാലങ്ങളിൽ കർത്താവെ
പല കാര്യങ്ങൾ ചെയ്യുവാൻ തക്കണം ആ കുഞ്ഞുങ്ങളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ സൗകര്യം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെയുള്ള സഭയെ ഓർക്കുന്നു, വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവർ ആഗ്രഹിച്ചതുപോലെ ഒരു സഭ കൊണ്ട് പണി തീർക്കുവാൻ തക്കവണ്ണം, ഒരു സെമിത്തേരിയുടെ സ്ഥലം കണ്ടെത്തുവാൻ തക്കവണ്ണം, അതെല്ലാം പണിയുവാൻ തക്കവണ്ണം പ്രിയ സഹോദരനെ എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് അങ്ങയുടെ സ്തോത്രം. തന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായിട്ടുള്ള സൗഖ്യം കർത്താവെ ഞങ്ങളുടെ ദാസന് കൊടുത്ത് ദൈവത്തിന്റെ വേല സന്തോഷത്തോടെ ഇനിയും ചെയ്യുവാൻ തക്കവണ്ണം ആവശ്യമായ ആരോഗ്യമെല്ലാം കർത്താവ് കൊടുക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട 2 ഗാനങ്ങൾ പാടുവാൻ തക്കവണ്ണം സഹോദരൻ ഷിബുവിനെയും ദൈവനെ എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് അങ്ങയുടെ സ്തോത്രം. അങ്ങേക്ക് വേണ്ടി ധാരാളം ഗാനങ്ങൾ പാടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ദാസനെ എടുത്ത് ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന സഹോദരൻ സന്തോഷ് മാത്യുവിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് തന്നെ സഹായിക്കണം. ആവശ്യങ്ങളിൽ കർത്താവ് കൂടെ വരുന്ന വഴി നടത്തുകയും സഹായിക്കുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർ കർത്താവെ ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഒരു സൂം മീറ്റിംഗിൽ കൂടി ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം, ഞങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം തന്ന നല്ല സമയത്തിനുമായിട്ട് നിങ്ങളുടെ സ്തോത്രം. നിങ്ങളുടെ ഹിതമെങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ഇങ്ങനെ കൂടുവാൻ ആഗ്രഹിക്കുന്നു. ആവശ്യമെല്ലാ കൃപകളും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തൊരു നല്ല ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായതിനായിട്ട് നിങ്ങളുടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കിയാൽ നിങ്ങളുടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു, സ്വർഗീയ പിതാവേ, ആമേൻ.